ഞാൻ ഇന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 12ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. അതിഭയാനക ശിക്ഷ. ദൈവം ഓരോരുത്തരെയും മറ്റുള്ളവരുടെ രക്ഷയുടെ ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിക്കുക. അവിടുത്തെ ദൗത്യം സ്നേഹത്തിൻ്റെ ശുശ്രൂഷ തന്നെ നിറവേറ്റാനുള്ള ഉത്തരവാദിത്തമാണിത്. എൻ്റെ കുഞ്ഞുങ്ങളെ കാണുക. പ്രകൃതി മുഴുവനായും വലിയ സംക്ഷോഭത്തിലേക്ക് പോകുന്ന സമയം വരുന്നു. ലോകത്തിന് അതിൻ്റെ സ്വാഭാവിക സൗന്ദര്യം നഷ്ടപ്പെടും. അതങ്ങേയറ്റം ഭയാനകമായ ദുരന്തത്താൽ നിറയപ്പെടാൻ പോകുന്നു. മനുഷ്യർ മനസ്സ് തിരിഞ്ഞ് തങ്ങളുടെ ജീവിതം നവീകരിച്ചില്ലെങ്കിൽ എൻ്റെ പിതാവ് മാനവരാശിയുടെ മേൽ ഭയാനകമായ ഒരു ശിക്ഷ അഴിച്ചുവിടും. ആ ശിക്ഷയെ അതിജീവിക്കുന്നവരാകട്ടെ മരിച്ചവരെ ഓർത്ത് അസൂയപ്പെടുന്ന തരത്തിൽ അങ്ങേയറ്റം അസന്തുഷ്ടരും നിരാശരും ഒറ്റപ്പെട്ടവരുമായിരിക്കും. നിങ്ങൾക്ക് അവശേഷിക്കുന്ന ആയുധങ്ങൾ ദിവ്യകാരുണ്യവും ജപമാലയും മാത്രമായിരിക്കും. എല്ലാ രാജ്യങ്ങളും യുദ്ധവും കലാപവും കൊണ്ട് വിറകൊള്ളും. സാത്താൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ള 3 ദിവസത്തെ അന്ധകാരത്തിൻ്റെ കാലയളവിൽ അനേകർ മരണമടയും. മനുഷ്യരാശിയുടെ 1/4 മാത്രം അവശേഷിക്കും. ഈ ത്രിദിന അന്ധകാരത്തിൻ്റെ ദിവസങ്ങളിൽ ആയിരിക്കും അനുതാപലേശമില്ലാതെ സഭയെ പീഡിപ്പിക്കുന്നവരുടെ മരണം സംഭവിക്കുന്നത്. ഈ 3 ദിവസത്തെ ഭയത്തെയും അന്ധകാരത്തെയും അതിജീവിക്കുന്നവർ തങ്ങൾ ലോകത്തിൽ ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ചു പോകും. എന്തെന്നാൽ ലോകം മുഴുവൻ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശവശരീരങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കും. ഈ അന്ധകാരത്തിൻ്റെ 3 നാളുകളിൽ ലോക ജനസംഖ്യയുടെ 3/4 അപ്രത്യക്ഷരാകും. നമ്മുടെ സ്വന്തം കരങ്ങൾ മുഖത്തിന് മുൻപിൽ നമുക്ക് കാണാൻ കഴിയാത്ത വണ്ണം അത്രയ്ക്ക് കട്ട പിടിച്ച ഇരുട്ടായിരിക്കും ആ ദിവസങ്ങളിൽ സംഭവിക്കുന്നത്. തീർച്ചയായും പ്രഭാതത്തിന് തൊട്ടു മുൻപാണല്ലോ അന്ധകാരം ഏറ്റമധികം ശക്തമായി കാണപ്പെടുന്നത്. എന്നാൽ പ്രഭാതം ഉദിക്കുക തന്നെ ചെയ്യും. രാഷ്ട്രങ്ങൾ സമാധാനത്തിൽ വസിക്കുന്ന ഒരു പുതിയ പ്രഭാതം. ആരും മറ്റുള്ളവർക്കെതിരെ ആയുധങ്ങൾ ഉയർത്താത്ത ഒരു പുതിയ പ്രഭാതം.